മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശിമാറ്റവും അത് കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ 16 തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ്. ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 17 വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ്. ഗുരുവിൻ്റെ 5ാം ദൃഷ്ടിയും ചൊവ്വയുടെ 4ാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട്. ഈ കാലയളവിൽ സൂര്യൻ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും. സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. സൂര്യൻ നിങ്ങളുടെ 7ാം ഭാവത്തിൻ്റെ അധിപനാണ്. രാശി മാറുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലേക്കാണ്. ഇവിടെ നേരത്തെ മുതൽ തന്നെ കേതുവും നിൽക്കുന്നുണ്ട്. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 5ാം ദൃഷ്ടിയും 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ 4ാം ദൃഷ്ടിയും 2ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ 7ാം ദൃഷ്ടിയും സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലാണ് പതിക്കുന്നത്. സൂര്യൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിലാണ്. കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം, ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം, ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യൻ 8ാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. 8ാം ഭാവം അശുഭസ്ഥാനമാണ്. ഇത് ആയുസ്, പരിവർത്തനം, തന്ത്രമന്ത്രങ്ങൾ, കഷ്ടതകൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂര്യനും കേതുവും 8ൽ നിൽക്കുന്ന സമയത്ത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഉദര സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങളോ ജോയിൻറ്റ് പെയിനോ ഒക്കെ വരുവാൻ ഇടയുണ്ട്. അതിനാൽ ആരോഗ്യസ്ഥിതികളിൽ അലസത കാണിക്കുവാൻ പാടില്ല. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് ഷെയർ മാർക്കറ്റ്, ലോട്ടറി, കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നോ, ഇതൊന്നുമല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമാകുവാൻ സാധ്യതകളുണ്ട്. ഇവിടെ കുംഭൻ രാശിക്കാർ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. സൂര്യൻ 8ൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് കരിയർ, ബിസിനസ് സംബന്ധമായോ അതല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ സംബന്ധമായോ ഒക്കെ ആകാം. കേതു 8ൽ നിൽക്കുന്നത് നിങ്ങളെ ആധ്യാത്മികതയിലേക്ക് നയിക്കാനിടയാക്കുന്നതായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളെ കബളിപ്പിച്ച് ചതിച്ച് ആരെങ്കിലും പൈസ കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനാൽ ഈ കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രതയുണ്ടായിരിക്കണം. കാരണം 8ാം ഭാവത്തിൽ കേതു ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും. കൂടാതെ ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. കേതുവിൻ്റെ മേൽ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് ആക്സിഡൻറ്റ്, പരിക്കുകൾ പറ്റുക, സർജറി എന്നിവയൊക്കെ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഇതുവരെ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി സൂര്യൻ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. സൂര്യൻ്റെ മഹാദശ, അപഹാരം എന്നിവ നടക്കുന്നവർക്കും ജാതകത്തിൽ സൂര്യൻ ശുഭസ്ഥിതിയിലുള്ളവർക്കും ഈ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ്.
സൂര്യൻ ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. പാർട്ട്ണർഷിപ്പിലുള്ളവർക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. സെപ്റ്റംബർ 26 മുതൽ സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത്. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കും. കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും. ഒക്ടോബർ 10 സൂര്യൻ ചൊവ്വയുടെ ചിത്തിര നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് ശുഭഫലങ്ങൾ നൽകും. ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകും. യാത്രകളിൽ സഫലത ലഭിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകാനിടയുണ്ട്. ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.